ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എവർനൈറ്റ് എന്ന സീരീസിൻ്റെ രണ്ടാമത്തെ സീസണിലെ 24ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പത്തെ ഭാഗങ്ങൾ കാണാത്തവർ തീർച്ചയായും അതൊക്കെ കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക. പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനത്തിൽ നമ്മൾ കണ്ടത് ലോകം മുഴുവനോട് തന്നെ യുദ്ധം ചെയ്യാൻ തീരുമാനിക്കുന്ന താങ് സാമ്രാജ്യത്തെയാണ്. അവർ ആരോടും അങ്ങനെ അടിയറവൊന്നും പറയില്ല. എന്നാൽ ആ തീരുമാനമെടുത്തപ്പോൾ മിങ്ചിയുടെയും രാജാവിൻ്റെ സഹോദരൻ്റെയും മുഖത്ത് ഒരു കള്ള ലക്ഷണമുണ്ടായിരുന്നു. പിന്നെ കാണിക്കുന്നത് രാജാവിൻ്റെ സഹോദരനും മിങ്ചിയും തമ്മിലുള്ള സംഭാഷണമാണ്. രാജാവിൻ്റെ സഹോദരൻ പറയുന്നത് വേറൊന്നുമല്ല, ലോകം മുഴുവനും ഇങ്ങനെ താങ് സാമ്രാജ്യത്തെ ക്രൂശിക്കുകയാണെങ്കിൽ താങ് സാമ്രാജ്യം ഇല്ലാതാകും, പിന്നെ എനിക്ക് രാജാവാകാനും സാധിക്കില്ല. അങ്ങനെ താങ് സാമ്രാജ്യം നശിക്കുന്ന വിധത്തിൽ ഒന്നും തന്നെ ചെയ്യില്ല എന്ന് നീ എനിക്ക് വാക്ക് തന്നതല്ലേ. എന്നാൽ ഷീലിങ്ങിന്റെ അധികാരി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ തനിക്ക് എങ്ങനെ മറുത്തു പറയാൻ സാധിക്കുമെന്നൊക്കെ പറഞ്ഞ് മിങ്ചി ഇപ്രാവശ്യം കൈയൊഴിയാൻ ശ്രമിക്കുകയാണ്. അതുകൂടാതെ രാജാവിന്റെ സഹോദരനെ ഭീഷണിപ്പെടുത്തുക കൂടി ചെയ്യുന്നു. നീ ഒരിക്കലും രാജാവാകാൻ പോകുന്നില്ല, കാരണം ഞങ്ങളുടെ കൂടെ ചേർന്ന് നീ താങ് സാമ്രാജ്യത്തെ ചതിച്ചു. ഷീലിങ്ങിന്റെ കൂടെ സഖ്യം ചേർന്ന് നീ താങ് സാമ്രാജ്യത്തെ ചതിച്ചു എന്ന് കേട്ട് കഴിഞ്ഞാൽ താങ് സാമ്രാജ്യത്തിലുള്ളവർ മാത്രമല്ല, നിന്റെ ഫാമിലിയിലുള്ളവർ പോലും നിന്നെ കൈയൊഴിയും. അത് കേട്ട് കഴിയുമ്പോൾ രാജാവിന്റെ സഹോദരനെ ശരിക്കും ദേഷ്യമാവുകയും മിങ്ചിയെ ആക്രമിക്കാൻ പോലും മുതിരുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ മിങ്ചി പറയുകയാണ്, നീ ഇപ്പോൾ എന്നെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ആ സത്യം അല്ലെങ്കിൽ ആ രഹസ്യം ഇപ്പോൾ തന്നെ ഞാൻ വെളിപ്പെടുത്തും. പിന്നെ നിന്റെ അവസ്ഥ എന്താണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. വിഷമത്തോടെ ഒന്നും ചെയ്യാൻ രാജാവിന്റെ സഹോദരന് സാധിക്കുന്നില്ല. വഞ്ചിക്കപ്പെട്ടതുകൊണ്ട് തന്നെ കരയാൻ പോകുന്ന വിധത്തിൽ മനസ്സ് നീറി മിങ്ചിയോട് അവൻ അപ്പോൾ ചോദിക്കുകയാണ്, സത്യത്തിൽ നീ ആരാണ്? നിങ്ങൾക്കൊക്കെ എന്താണ് വേണ്ടത്? എപ്പോഴും രാജപദവി മാത്രം പ്രതീക്ഷിച്ചിരുന്ന അവൻ ഇങ്ങനെ ഒരു ചതി മിങ്ചിയുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോൾ മാത്രമാണ് മിങ്ചി ആ സത്യം പറയുന്നത്. താൻ ഷീലിങ്ങിൽ നിന്നുള്ള വ്യക്തിയാണ്, ഷീലിങ്ങിന്റെ അധികാരി പറയുന്ന എന്തും അനുസരിക്കുന്ന ഒരു അടിമയെ പോലെയുള്ള വ്യക്തിയാണെന്നൊക്കെ. ഷീലിങ്ങിനോടാണ് മിങ്ചിയുടെ വിധേയത്വം. അപ്പോൾ രാജാവിൻ്റെ സഹോദരൻ കരഞ്ഞപേക്ഷിക്കുകയാണ്, എൻ്റെ തെറ്റ് എനിക്ക് മനസ്സിലായി, എന്നോട് ക്ഷമിക്കണം, എനിക്ക് ഒരവസരം കൂടി തരണം. എന്നെ രാജാവാക്കുകയാണെങ്കിൽ ഞാൻ ഷീലിങ്ങിനോട് വിധേയത്വം പ്രകടിപ്പിച്ചോളാം. അത് അല്പം വിഷമത്തോടെയാണ് പറയുന്നതെങ്കിലും അവനെ എങ്ങനെയെങ്കിലും രാജാവാക്കണം, അതിനു വേണ്ടിയാണ് അവൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. എന്നാൽ മിങ്ചി പറയുകയാണ്, താങ് സാമ്രാജ്യമേ ഇല്ലാതാകാൻ പോവുകയാണ്, പിന്നെ എന്തിനാണ് ഞങ്ങൾക്ക് താങ് സാമ്രാജ്യത്തിന് ഒരു രാജാവ് എന്ന് പറഞ്ഞുകൊണ്ട് മിങ്ചി അവിടെ നിന്ന് പോകുന്നു. മനസ്സ് തകർന്ന അവൻ ദേഷ്യത്തോടെ മിങ്ചിയുടെ നേരെ വാള് നീട്ടിക്കൊണ്ട് പറയുകയാണ്, താങ് സാമ്രാജ്യവും സിംഹാസനവും തീർച്ചയായും എനിക്കുള്ളതാണ്. നിനക്കെന്നെ സഹായിക്കാൻ സാധിക്കില്ലെങ്കിൽ തീർച്ചയായും നിന്നെ ഞാൻ ഇല്ലാതാക്കും, തീർച്ചയായും ഞാൻ രാജാവാകും. മിങ്ചി അപ്പോൾ തിരിഞ്ഞു എന്നോട് പറയുകയാണ്, ഈ ഒടിഞ്ഞ വാളുകൊണ്ട് നീ എന്നെ എന്ത് ചെയ്യാൻ പോകുന്നു? ഇത് യൂസ്ലെസ് ആണെന്ന് ഫൂസി പോലും പണ്ടേ പറഞ്ഞതല്ലേ. നിന്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒന്നും നടക്കാൻ പോകുന്നില്ല. ഞാനല്ല നിന്നെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നീ തന്നെയാണ് നിന്നെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിന്റെ പതനത്തിനും നാശത്തിനും കാരണം നീ തന്നെയാണ്. അപ്പോഴാണ് അവന് സ്വബോധമുണ്ടായത്. അവൻ ആ അവസ്ഥയിൽ എത്താൻ കാരണം അവൻ തന്നെയാണ്. ഒടിഞ്ഞ ആ വാളിനെ നോക്കി അതിനുശേഷം അവൻ ഒരുപാട് നേരം വിഷമിച്ച് കരയുന്നു. എപ്പോഴും രാജസിംഹാസനം മാത്രം പ്രതീക്ഷിച്ച് ദുഷ്ടതകൾ മാത്രം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അവന് അവൻ്റെ പ്രവൃത്തികൾക്കുള്ള ഉത്തരം അങ്ങനെ കിട്ടി. താൻ തന്നെയാണ് താങ് സാമ്രാജ്യത്തിൻ്റെ പതനത്തിന് കാരണമെന്ന് അവൻ മനസ്സിലാക്കി. പിന്നെ ആ കുറ്റഭാരവും പേറി നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്ന രാജാവിൻ്റെ സഹോദരനെയാണ് കാണിക്കുന്നത്. ഒരുപാട് കരഞ്ഞുകൊണ്ട് താങ് സാമ്രാജ്യത്തെയും തൻ്റെ ഫാമിലിയെയും ചതിച്ചുവെന്ന് അയാൾ റിപ്പീറ്റായിട്ട് പറയുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ട് വരുന്ന പട്ടാളക്കാരുടെ തലവനായിട്ടുള്ള വ്യക്തിയോടും രാജാവിൻ്റെ സഹോദരൻ അങ്ങനെ തന്നെ വിഷമത്തോടെ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഞാനാണ് താങ് സാമ്രാജ്യത്തിൻ്റെ ഈ പതനത്തിന് കാരണം. ആ കൊടും കുറ്റവാളി ഞാനാണ്. എനിക്ക് നിങ്ങൾ എന്ത് ശിക്ഷയാണ് വിധിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് തന്നെ അയാൾ നടന്നു നീങ്ങുന്നു. അവനാകെ തകർന്ന അവസ്ഥയിലാണെന്ന് കാണുമ്പോൾ പട്ടാളക്കാരുടെ തലവൻ 2 അംഗരക്ഷകനെ അവൻ്റെ അടുത്തേക്ക് വിടുകയാണ്. അവനെ പിടിച്ചു കൊണ്ടുപോയി വീട്ടിലെത്തിക്കാൻ വേണ്ടിയാണ്, അതായത് അവൻ താമസിക്കുന്ന സ്ഥലത്ത്. പിന്നെ ദുഷ്ടനായിട്ടുള്ള കമാൻഡറിനെയും ഷീലിങ്ങിൻ്റെ അധികാരിയെയും കാണിക്കുന്നു. ദുഷ്ടനായിട്ടുള്ള കമാൻഡർ പറയുകയാണ്, ലോങ്കിൻ രാജകുമാരൻ നമുക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. താങ് സാമ്രാജ്യത്തിൻ്റെ ആ പവർഫുൾ ആയിട്ടുള്ള പട്ടാളത്തെ ചതിച്ച് ഇല്ലാതാക്കിയത് അവനാണ്. താങ് സാമ്രാജ്യത്തിനെതിരെയുള്ള വലിയൊരു യുദ്ധം തുടങ്ങാൻ പോവുകയാണ്. ഇനിയും അവനെ കൊണ്ട് ആവശ്യമുണ്ടാകും. പിന്നെ വീണ്ടും കാണിക്കുന്നത് താങ് സാമ്രാജ്യത്തിലെ ഒരു മീറ്റിംഗ് ആണ്. പട്ടാളക്കാരുടെ തലവൻ മുന്നോട്ട് വന്നിട്ട് ഇപ്പോഴത്തെ യുദ്ധങ്ങളുടെ അവസ്ഥയെക്കുറിച്ചൊക്കെ പറയുന്നു. ലോങ്കിൻ രാജകുമാരൻ ചതിച്ചു കൊന്ന പവർഫുൾ ആയിട്ടുള്ള ആ പട്ടാളത്തെക്കുറിച്ചാണ് പറഞ്ഞു തുടങ്ങുന്നത്. അതിനുശേഷം ഈ ഒരു അവസരം മുതലെടുത്ത് പല സ്ഥലങ്ങളും താങ് സാമ്രാജ്യത്തെ ചതിച്ച് താങ് സാമ്രാജ്യവുമായി യുദ്ധം ചെയ്തിരിക്കുന്നു എന്ന കാര്യവും പറയുന്നു. കനത്ത നാശനഷ്ടമാണ് അതുവഴി അവർക്കുണ്ടായത്. എങ്കിലും ചെറിയൊരു വിജയമുള്ളത് നോർത്ത് സൈഡിലാണ്, അതായത് ജനറൽ മായുടെ പട്ടാളം. അവരാണ് കുറച്ചെങ്കിലും യുദ്ധങ്ങളിൽ വിജയിച്ചു നിൽക്കുന്നത്. എങ്കിലും അവരുടെ ഭാഗത്തു നിന്നും ഒരുപാട് ആളുകൾ മരിച്ചു വീണിരുന്നു. ഒരുപാട് നാശനഷ്ടങ്ങൾ അവർക്കും നേരിടേണ്ടി വന്നിരുന്നു. എങ്കിലും ഇപ്പോഴും ഗോൾഡൻ ഹോർഡയെ നയിക്കുന്ന ലോങ്കിൻ രാജകുമാരൻ ശക്തിയായി ഇപ്പോഴും മുന്നേറിക്കൊണ്ടിരിക്കുന്നു. അവരിപ്പോൾ ലക്ഷ്യം വെച്ച് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സിറ്റിക്ക് നേരെയാണ്.
അത് കേട്ട് പേടിച്ച് വിറച്ച് അവിടെ ഇരുന്നു പോവുകയാണ് ലിയുരാജ്ഞിയുടെ സഹോദരൻ. അവൻ എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. അവന് ആർഭാടവും കളിയും ചിരിയുമൊക്കെയല്ലേ പറ്റുകയുള്ളൂ. എന്തൊക്കെ വന്നാലും അവനാകെ പേടിച്ച് പോയിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരാകട്ടെ അതെല്ലാം കേട്ടുകൊണ്ട് പറയുകയാണ്, ഇനി നമ്മൾ എന്ത് ചെയ്യും? അപ്പോഴും അവിടെ സ്മാർട്ടായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നത് ലിയുരാജ്ഞി മാത്രമാണ്. എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ലിയുരാജ്ഞി പറഞ്ഞു കൊടുക്കുന്നു. കോൺഫിഡൻസോടെയുള്ള ലിയുരാജ്ഞിയുടെ ആ സംസാരം കേട്ട് കഴിഞ്ഞാൽ അത് തന്നെയായിരിക്കും ശരിയായ സ്ട്രാറ്റജി എന്ന് നമുക്ക് പോലും തോന്നിപ്പോകും. മാപ്പിന്റെ സഹായത്തോടെയാണ് എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് ലിയുരാജ്ഞി പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോഴും ഒന്നും അറിയാത്തവനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ലിയുരാജ്ഞിയുടെ സഹോദരനായിട്ടുള്ള രാജാവ്. ലിയുരാജ്ഞിയുടെ അഭിപ്രായം ആരും ഒന്നും പറയാതെ അനുസരിക്കുന്നു. എന്നാൽ ലിയുരാജ്ഞിയുടെ പ്രിയപ്പെട്ട പട്ടാളക്കാരൻ പറയുകയാണ്, അത് പ്രോപ്പറായിട്ടുള്ളൊരു വഴിയാണെന്ന് തോന്നുന്നില്ല. അതിനുള്ള കാരണവും അവൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. താങ് സാമ്രാജ്യത്തിന്റെ ക്യാപിറ്റലിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആളുകൾ അവിടെ വളരെ കുറവാണ് എന്നാണ് പറയുന്നത്. എന്നാൽ ആ സ്ട്രാറ്റജിയുമായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് ലിയുരാജ്ഞി തീരുമാനിക്കുന്നത്. അതിനുള്ള കാരണവും പറയുന്നു. അവരെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റേറ്റിനെ എല്ലാം മുഴുവൻ പട്ടാളത്തെയും ഉപയോഗിച്ച് കീഴടക്കാമെന്നാണ് ലിയുരാജ്ഞി ഇപ്പോഴും വിശ്വസിക്കുന്നത്. അവസാനം അവരെല്ലാവരും അതിനോട് യോജിക്കുകയും ചെയ്യുന്നു. അപ്പോഴും ഒന്നും അറിയാത്തൊരു പേങ്ങനെ പോലെ അതെല്ലാം കണ്ട് അതിശയിച്ച് നിൽക്കുകയാണ് ലിയുരാജ്ഞിയുടെ സഹോദരൻ. അപ്പോഴും അവൻ ഓർക്കുന്നുണ്ട് താനൊരു രാജാവ് തന്നെയാണോ എന്ന്. പിന്നെ കാണിക്കുന്നത് ഷിയോഷു അങ്ങോട്ട് വരുന്നതാണ്. എന്തിനാണ് ഷിയോഷു അങ്ങോട്ട് വരുന്നതെന്നോർത്ത് ലിയുരാജ്ഞി അതിശയിക്കുന്നുണ്ട്. രാജ്ഞിയെ വണങ്ങി കഴിയുമ്പോൾ ലിയുരാജ്ഞി ഷിയോഷുവിനോട് ചോദിക്കുകയാണ്, എന്നെ കാണുവാൻ നീ എപ്പോഴും വിസമ്മതിച്ചിരുന്നു, ഇപ്പോഴെന്താണ് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ കാരണം താങ് സ്റ്റേറ്റ് ഇപ്പോൾ അപകടത്തിലാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് 2 ഉത്തരവ് പുറപ്പെടുവിപ്പിക്കാനാണ് ഞാനിങ്ങോട്ട് വന്നത്. അതെന്താണെന്ന് ചോദിക്കുമ്പോൾ ഷിയോഷു പറയുകയാണ്, എന്തെങ്കിലും കാരണവശാൽ ഷീലിംഗ് നമ്മുടെ ക്യാപിറ്റലിൽ അതിക്രമിച്ച് കയറുകയാണെങ്കിൽ എൻ്റെ യൂളോങ് ഗ്യാങ്ങിന് പ്രത്യേകം അധികാരം നൽകണം. അവരെ എല്ലാവരെയും അടിച്ചമർത്തി നമ്മുടെ ഈ ക്യാപിറ്റൽ രാജാവിന് വേണ്ടി സംരക്ഷിക്കുന്നതിന് വേണ്ടി. ലിയുരാജ്ഞി അപ്പോൾ പറയുകയാണ്, നമ്മുടെ ക്യാപിറ്റൽ സംരക്ഷിക്കുകയല്ല ഇപ്പോൾ പ്രധാനപ്പെട്ടത്, അതിനിവിടെ പട്ടാളമൊക്കെ ഉണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ ബോർഡർ സംരക്ഷിക്കുകയാണ് പ്രധാനപ്പെട്ടത്. ക്യാപിറ്റൽ സംരക്ഷിക്കുന്ന കാര്യം തന്നെയായിരുന്നു നേരത്തെ ലിയുരാജ്ഞിയുടെ പ്രിയപ്പെട്ട പട്ടാളക്കാരനും പറഞ്ഞത്. എന്നാൽ അത് കേട്ട് കഴിയുമ്പോൾ ഷിയോഷു പറയുകയാണ്, അതുകൊണ്ടാണ് 2 ഉത്തരവ് പുറപ്പെടുവിക്കാൻ ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞത്. 2ാമത്തെ ഉത്തരവ് അതാണ്. അത് വേറൊന്നുമല്ല, ഒരു പട്ടാളത്തിൻ്റെ മേൽ അവന് അധികാരം നൽകണമെന്നാണ് അവൻ പറഞ്ഞത്. ആ പട്ടാളത്തെ നയിച്ചുകൊണ്ട് ബോർഡർ സംരക്ഷിക്കാൻ താനും പോകാമെന്നാണ് ഷിയോഷു പറയുന്നത്. താങ് സ്റ്റേറ്റിലെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഷിയോഷു ആ തീരുമാനമെടുത്തത്. കാരണം ശത്രുക്കൾ അവിടുത്തെ ജനങ്ങളെയെല്ലാം പിടിച്ചുകൊണ്ടു പോകും, അവരെ കത്തിച്ചു കൊല്ലും, അവരുടെ സാധനങ്ങളൊക്കെ കവർച്ച ചെയ്യും. ലിയുരാജ്ഞി അതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചില്ലെങ്കിലും ഷിയോഷു അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ലിയുരാജ്ഞി അവസാനം പറയുകയാണ്, നിന്റെ കോൺഫിഡൻസ് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നിനക്കറിയാം ആ പട്ടാളത്തെ ഉപയോഗിച്ച് പോലും നമുക്ക് നമ്മുടെ ശത്രുക്കളെ പ്രതിരോധിച്ച് നിൽക്കാനാകില്ല എന്ന്. എങ്കിലും അതിനുവേണ്ടി നീ മരിക്കാൻ പോലും തയ്യാറായതുകൊണ്ട് തന്നെ ഈ ഉത്തരവ് പുറപ്പെടുവിക്കാൻ ഞാൻ തയ്യാറാണ്. ഉടനെ തന്നെ അത് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം റെസ്പെക്റ്റോടെ വണങ്ങിയായിരുന്നു ഷിയോഷുവിനെ ലിയുരാജ്ഞി പറഞ്ഞു വിട്ടത്. അവിടുത്തെ ജനങ്ങൾ താങ് സ്റ്റേറ്റ് തങ്ങളെ കൈവിട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഷിയോഷു ആ തീരുമാനമെടുത്തതെന്ന് ഷിയോഷു പറഞ്ഞിരുന്നു. പിന്നെ കാണിക്കുന്നത് ഭാര്യയെ വെട്ടിച്ച് എങ്ങോട്ടോ ഒളിച്ചോടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെയാണ്. എന്നാൽ പകുതി വഴിക്ക് വെച്ച് അവൻ പിടിക്കപ്പെട്ടു. ആ സ്ത്രീ പറയുകയാണ്, നീ ഈ ബാണ്ടും കെട്ടുമായിട്ട് എങ്ങോട്ടാണ് ഈ പോകുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. സത്യത്തിൽ അവൻ രാജ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പട്ടാളത്തിൽ ചേരാനായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അത് മനസ്സിലാക്കി നല്ലവണ്ണം ഭാര്യ അവനെ ശകാരിക്കുന്നു. അങ്ങനെ പോയാൽ യുദ്ധക്കളത്തിൽ വെച്ച് അവൻ മരിക്കുമെന്നൊക്കെ പറയുമ്പോൾ ആ വ്യക്തി പറയുകയാണ്, യാൻ സ്റ്റേറ്റ് താങ് സാമ്രാജ്യത്തെ ആക്രമിച്ച് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ ജനങ്ങളായിട്ടുള്ള നമ്മൾ ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുകയാണെങ്കിൽ താങ് സ്റ്റേറ്റ് തന്നെ ഇല്ലാതാകും. അപ്പോൾ ആ സ്ത്രീ പറയുകയാണ്, അതിന് നിനക്കെന്ത് ചെയ്യാനാകും, നീ വെറും ഒരു ഫാർമർ അല്ലേ? എന്നാൽ ആ വ്യക്തി പറയുകയാണ്, ഇല്ല, ഞാനൊരു സോൾജിയറാണ്. അപ്പോഴേക്കും അയാളുടെ ഫാദർ അങ്ങോട്ട് വരുന്നു. ആ വ്യക്തി പറയുകയാണ്, എൻ്റെ ഫാദറിനെ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അതിൻ്റെ പേരിൽ ആ പെണ്ണിനെ ഒരുപാട് ശകാരിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ഫാദറിൻ്റെ അടുത്ത് വന്ന് കാൽക്കിൽ വീണ് ആ വ്യക്തി പറയുകയാണ്, എന്നോട് ക്ഷമിക്കണം പറയാതെ പോയതിൽ. എന്നെ പോകാൻ അനുവദിച്ചില്ലെങ്കിലോ എന്നോർത്താണ് ഞാൻ പറയാതെ പോയത്. അപ്പോൾ ആ വൃദ്ധം പറയുകയാണ്, ഞാൻ നിന്നെ ശകാരിക്കുകയല്ല, എന്നെയും കൂടെ കൊണ്ടുപോകാൻ അഭ്യർത്ഥിക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ആ പെണ്ണിനെ ശരിക്കും ഷോക്കായി. എന്ത് മണ്ടത്തരമാണ് ഈ പറയുന്നതെന്നൊക്കെ ആ സ്ത്രീ പറയുന്നു. അതുപോലെ തന്നെ അയാളുടെ മകനും അത് തന്നെയാണ് പറയുന്നത്. അയാൾക്ക് ഒരുപാട് വയസ്സായില്ലേ, എന്തെങ്കിലും പറ്റുമെന്നൊക്കെ. എന്നാൽ തനിക്ക് അങ്ങനെ വയസ്സൊന്നും ആയിട്ടില്ല, താനൊരു പട്ടാളക്കാരനായിരുന്നു, താൻ നിന്നെ പഠിപ്പിച്ച കാര്യങ്ങളൊന്നും മറക്കരുത്, ഇപ്പോഴും യുദ്ധം ചെയ്യാനുള്ള കഴിവ് എനിക്ക് നഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ആ വൃദ്ധൻ അവൻ്റെ കൂടെ പോകുവാൻ വാശി പിടിക്കുന്നു. എന്നാൽ അവസാനം ഒരു വിധത്തിലാണ് ആ വ്യക്തിയും ഭാര്യയും കൂടി ആ വൃദ്ധനെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അവസാനം ആ വ്യക്തി ഒറ്റയ്ക്ക് യുദ്ധത്തിന് പോകാൻ തീരുമാനിക്കുന്നു. ആ വ്യക്തി ഫാമിലിയെ വേർപിരിയുന്ന ഒരു രംഗം തന്നെ കുറച്ച് വിഷമം ഉളവാക്കുന്നതാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എപ്പോഴും ഓർക്കണം. രാജ്യത്തെ സംരക്ഷിക്കാൻ രാജ്യത്തെ പൗരന്മാർ എപ്പോഴും കടപ്പെട്ടിരിക്കുന്നു.
നിങ്ങളുടെ ഫാദറായിട്ടുള്ള ഞാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഗ്രാൻഡ് ഫാദറും രാജ്യത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്തതുപോലെ അവസരം വരുമ്പോൾ നിങ്ങളും ഫൈറ്റ് ചെയ്യാൻ തയ്യാറാകണം. ശേഷം മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ അയാൾ അവിടെ നിന്ന് പോവുകയാണ്. അയാളുടെ ഫാദറിനേക്കാളും ഭാര്യയ്ക്കാണ് അപ്പോൾ ഒരുപാട് വിഷമമായത്. തിരിഞ്ഞു പോലും നോക്കാതെയാണ് പിന്നീട് അയാൾ പോയത്. വീണ്ടും ഒരു യുദ്ധ സ്ട്രാറ്റജിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലിയു രാജ്ഞിയെയും മറ്റുള്ളവരെയും കാണിക്കുന്നു. ലിയു രാജ്ഞിയുടെ പ്രിയപ്പെട്ട പട്ടാളക്കാരനും തൻ്റേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. എന്നാൽ ലിയു രാജ്ഞിയുടെ സ്ട്രാറ്റജി മുഴുവനായിട്ടും കേട്ട് കഴിഞ്ഞപ്പോൾ ലിയു രാജ്ഞിയുടെ പ്രിയപ്പെട്ട പട്ടാളക്കാരനും അതുപോലെ തന്നെ പട്ടാളക്കാരുടെ തലവനും എന്തൊക്കെയോ സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് അവരുടെ മുഖത്തെ എക്സ്പ്രഷൻസിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. അത് മനസ്സിലാക്കി ലിയു രാജ്ഞി എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അതൊക്കെ പറയാൻ പറയുന്നു. അപ്പോൾ പട്ടാളക്കാരുടെ തലവനായിട്ടുള്ള വ്യക്തി ഒരു സജഷൻ പറയുന്നു. എന്നാൽ അതൊക്കെ റൂമറാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണ് ലിയു രാജ്ഞി. ക്വിൻഹേ കൺട്രി അവരെ ചതിക്കുമോ എന്ന കാര്യത്തിലാണ് ആ ചർച്ച. എന്നാൽ ക്വിൻഹേ കൺട്രി അങ്ങനെയൊന്നും ചെയ്യില്ല എന്നാണ് ലിയു രാജ്ഞി പറയുന്നത്. കാരണം ക്വിൻഹേ കൺട്രിയിലെ ചില പ്രധാനപ്പെട്ട വ്യക്തികൾ താങ് സ്റ്റേറ്റിലെ ക്യാപിറ്റലിലുണ്ട്. അതുകൊണ്ട് അവരങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് ലിയു രാജ്ഞി പറയുന്നു. അപ്പോൾ ആ പട്ടാളക്കാരുടെ തലവനായിട്ടുള്ള വ്യക്തി പറയുന്നത് ചോങ്മിങ് രാജകുമാരനെ കുറിച്ചാണ്. അവൻ ഇവിടുത്തെ ഹോസ്റ്റേജ് ആയിരുന്നുവല്ലോ. എന്നിട്ടും താങ് സ്റ്റേറ്റിനെതിരെ അവൻ തിരിഞ്ഞു. അതുപോലെ തന്നെയായിരിക്കും ക്വിൻഹേ കൺട്രിയിലുള്ള ഇവിടെയുള്ള ആളുകളും. അതിന് ലിയു രാജ്ഞി ഒരു പ്ലാൻ പറയുകയാണ്. അവർക്ക് നല്ല നല്ല സമ്മാനങ്ങൾ കൊടുക്കാം. രാജാവ് അവരുടെ ക്ഷേമം അന്വേഷിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവും പുറപ്പെടുവിക്കട്ടെ. അവരെ സുരക്ഷിതമായ അവരുടെ ക്വിൻഹേ കൺട്രിയിൽ എത്തിക്കാം. അതിൽ ഒരു വിട്ടുവീഴ്ചയും വരുത്തരുതെന്ന് തൻ്റെ പ്രിയപ്പെട്ട പട്ടാളക്കാരനോട് പറയുന്നു. അങ്ങനെ ക്വിൻഹേ കൺട്രിയിലുള്ളവരോട് നല്ലതായിട്ട് പെരുമാറി അവരുടെ ശത്രുത ഇല്ലാതാക്കാമെന്നാണ് ലിയു രാജ്ഞി പ്ലാൻ ചെയ്യുന്നത്. അതിനുശേഷം ക്യാപിറ്റലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ജനറലിനെ കുറിച്ചാണ് ലിയു രാജ്ഞി പിന്നീട് സംസാരിക്കുന്നത്. ഈ സംഭവങ്ങളൊക്കെ അരങ്ങേറുന്നതിന് മുമ്പേ എങ്ങനെയാണ് അതൊക്കെ നേരത്തെ മനസ്സിലാക്കി ആ ജനറൽ ഇങ്ങോട്ട് വരുന്നതെന്ന് ലിയു രാജ്ഞി ചോദിക്കുമ്പോൾ ലിയു രാജ്ഞിയുടെ പ്രിയപ്പെട്ട പട്ടാളക്കാരൻ പറയുകയാണ്, നമ്മുടെ സ്റ്റേറ്റിനെ കുറിച്ചുള്ള ആകുലത മൂലമായിരിക്കും പെട്ടെന്ന് ആ ജനറലിന് ഇങ്ങോട്ട് വരാൻ തോന്നിയത്. ലിയു രാജ്ഞി അപ്പോൾ സന്തോഷത്തോടെ ഒന്ന് ചിരിച്ചുകൊണ്ട് പറയുകയാണ്, അതിനാരെയും കുറ്റപ്പെടുത്തേണ്ട. നമ്മുടെ ഈ സ്റ്റേറ്റിനെ കുറിച്ചുള്ള ആകുലത മൂലമാണ് ആ ജനറൽ ഇപ്പോൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ സ്കിൽഡും പവർഫുൾ ആയിട്ടുമുള്ള ആർമി ജനറലാണത്. താങ് സ്റ്റേറ്റിന് വേണ്ടി അയാൾ എന്ത് തന്നെ ചെയ്യുവാൻ തയ്യാറാണ്. കൃത്യസമയത്ത് തന്നെ ആ ജനറൽ അവിടെ എത്തുമെന്ന് അവർ വിശ്വസിക്കുന്നു. എന്നാൽ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ലിയു രാജ്ഞിയുടെ സഹോദരനൊന്ന് ഞെട്ടിയിരുന്നു. കാരണം ഈ വിവരങ്ങളൊക്കെ അറിയുന്നതിന് മുമ്പേ ക്യാപിറ്റലിലേക്ക് അയാൾ പെട്ടെന്ന് തന്നെ തിരികെ വരാനുള്ള കാരണം മറ്റൊന്നായിരുന്നു. അത് ലിയു രാജ്ഞിയുടെ സഹോദരൻ ഒരുക്കിയ ട്രാപ്പായിരുന്നു. ആ വ്യക്തിയെ കൊല്ലുന്നതിന് വേണ്ടി മിങ്ചിയുടെ കൂടെ ചേർന്നായിരുന്നു ആ പദ്ധതികളൊക്കെ അവൻ വിഭാവന ചെയ്തത്. താങ് സാമ്രാജ്യത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള മിങ്ചിയുടെ ഒരു പ്രവൃത്തിയായിരുന്നു അത്. അതാകട്ടെ ലിയു രാജ്ഞിയുടെ സഹോദരന് മനസ്സിലായതുമില്ല. ശത്രുവാണെന്ന് കരുതി ലിയു രാജ്ഞിയുടെ സഹോദരൻ ആ വ്യക്തിയെ കൊല്ലാനൊരുങ്ങി. അതിനുവേണ്ടിയുള്ള പദ്ധതിയുടെ ഫലമായിട്ടാണ് ആ വ്യക്തി അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ലിയു രാജ്ഞിയുടെ സഹോദരൻ ഒരു ഞെട്ടലോടെ അതെല്ലാം ഓർക്കുകയും ചെയ്യുന്നു. ആ വ്യക്തിയെ കൊല്ലാൻ പ്ലാൻ ചെയ്തതൊക്കെ ആ വ്യക്തി, അതായത് ആ ജനറൽ വരുന്ന വഴിക്ക് കൊല്ലുവാനാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ലിയു രാജ്ഞിയുടെ സഹോദരൻ ഇപ്പോൾ ഒന്ന് ഞെട്ടിയിരിക്കുന്നത്. കാരണം ഈ ഒരു അവസരത്തിൽ ആ വ്യക്തി കൂടി മരിക്കുകയാണെങ്കിൽ താങ് സ്റ്റേറ്റിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഈ ഒരു അവസരത്തിൽ താങ് സാമ്രാജ്യത്തിന് കഴിവുള്ള പട്ടാളക്കാരെയൊക്കെ അത്യാവശ്യമാണ്, അതുപോലെ തന്നെ ജനറലിനെയൊക്കെ. അതുകൊണ്ട് ചതിക്കപ്പെട്ടു എന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം നേരെ അവൻ മിങ്ചിയുടെ അടുത്തേക്ക് ഓടുന്നു. മിങ്ചി അവനെ വണങ്ങുമെങ്കിലും ദേഷ്യത്തോടെയാണ് മിങ്ചിയോട് അവൻ പെരുമാറുന്നത്. മിങ്ചിക്ക് ഷീലിങ്ങുമായിട്ട് ബന്ധമുണ്ടെന്ന് ലിയു രാജ്ഞിയുടെ സഹോദരൻ അറിയാം. പക്ഷേ മിങ്ചിക്ക് കൂറുള്ളത് ഷീലിങ്ങിനോടാണെന്ന് അവൻ അറിയില്ലായിരുന്നു. അതൊന്നും അറിയാതെ അവൻ ചോദിക്കുകയാണ്, ഈ യുദ്ധം ഉടനെ തന്നെ അവസാനിപ്പിക്കണം, നിനക്ക് ഷീലിങ്ങുമായിട്ട് കണക്ഷൻ ഉള്ളതല്ലേ? എന്നാൽ മിങ്ചി വളരെ കൂളായിട്ട് പറയുകയാണ്, അതൊക്കെ ഇപ്പോൾ നമ്മുടെ കൺട്രോളിലല്ല. ഷീലിങ് താങ് സ്റ്റേറ്റിനോട് കീഴടങ്ങാൻ പറഞ്ഞുകൊണ്ടൊരു സന്ദേശം അയച്ചതല്ലേ, അതാകട്ടെ നിങ്ങൾ കീറിക്കളഞ്ഞു. ഇനി യുദ്ധമില്ലാതാക്കാൻ വേറെ വഴികളൊന്നുമില്ല. അപ്പോൾ ലിയു രാജ്ഞിയുടെ സഹോദരൻ വേറെ നിവൃത്തിയില്ലാതെ ആ ജനറലിനെയെങ്കിലും വെറുതെ വിടാൻ പറയുന്നു. കാരണം ഒളിയാക്രമണം നടത്തിയ ആ ജനറലിനെ കൊല്ലുവാനാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ അപ്പോഴും കൂളായിട്ട് മിങ്ചി പറയുകയാണ്, നീ ശത്രുക്കളുമായിട്ട് കൈ കോർത്തു വന്ന് ആരെങ്കിലും അറിയുകയാണെങ്കിൽ നിന്റെ അവസ്ഥ എന്തായിരിക്കും? ലിയു രാജ്ഞിയുടെ സഹോദരൻ അപ്പോൾ പറയുകയാണ്, അതിനെ ആരറിഞ്ഞു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്? ലോങ്കിൻ രാജകുമാരൻ ഞങ്ങളെ ചതിച്ചു. അനന്തരഫലമായിട്ട് ലോകം മുഴുവനും ഞങ്ങൾക്കെതിരെ ഇപ്പോൾ തിരിഞ്ഞിരിക്കുകയാണ്. എൻ്റെ ശത്രുക്കളെയെല്ലാം നീക്കം ചെയ്ത് എല്ലാം ഭംഗിയായിട്ട് നടക്കുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇപ്പോൾ എല്ലാം നേരെ തിരിച്ചാണ് നടക്കുന്നത്. ഇപ്പോൾ ആ ജനറലിനെയെങ്കിലും രക്ഷപ്പെടുത്തിയാലേ എന്തെങ്കിലും പ്രതീക്ഷ ഞങ്ങൾക്കുണ്ടാവുകയുള്ളൂ. എന്നാൽ വളരെ വൈകിപ്പോയി എന്ന് മിങ്ചി വളരെ കൂളായിട്ട് പറയുന്നു. ഇനി അവരെ ആരെയും ഇപ്പോൾ പിൻവലിക്കാനാകില്ല. അതുകൂടാതെ ഇതെല്ലാം ലിയു രാജ്ഞിയുടെ സഹോദരൻ്റെ രഹസ്യ കൽപ്പന കൂടിയായിരുന്നു എന്ന കാര്യവും മിങ്ചി അവനെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരത്തിൽ ലിയു രാജ്ഞിയുടെ സഹോദരന് ഒന്നും തന്നെ പറയാനാകുന്നില്ല. മിങ്ചി അതിനുശേഷം അവിടെ നിന്ന് പോകുന്നു. ഒന്നും ചെയ്യാനാകാതെ അവിടെ ഇരുന്നു പോകുന്ന ലിയു രാജ്ഞിയുടെ സഹോദരൻ അവിടെ ഉണ്ടായിരുന്ന ചെസ് ബോർഡിൻ്റെ കരുക്കളെല്ലാം ദേഷ്യത്തോടെ തട്ടിയെറിയുന്നു.
പിന്നെ കാണിക്കുന്നത് അടുത്ത ദിവസം ലീ രാജ്ഞിയുടെ പ്രിയപ്പെട്ട പട്ടാളക്കാരൻ വന്ന് ആ ജനറൽ മരിച്ചു എന്ന കാര്യം വന്ന് അറിയിക്കുന്നതാണ്. ക്വിൻഹെ കണ്ടൻ പോലും അതിന് ശത്രുക്കളെ സഹായിച്ചു. വളരെ ഞെട്ടിപ്പോകുന്ന ലീ രാജ്ഞിയുടെ സഹോദരൻ ആ ജനറലിന് എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ അയാൾ പറയുകയാണ് ശത്രുക്കൾ അവനെ കൊന്നുകളഞ്ഞു. ആ ജനറൽ താങ് സ്റ്റേറ്റിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സന്ദർഭമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ആ വാർത്ത കേട്ട് ലിയു രാജ്ഞിയെ ഞെട്ടുന്നു. ലിയു രാജ്ഞിയുടെ സഹോദരൻ അപ്പോൾ തളർന്നു വീണു പോകുന്നു. ലിയു രാജ്ഞി ആകട്ടെ അനങ്ങാനാകാതെ നിന്നു പോകുന്നു. എന്നിട്ടും അവൾ പറയുകയാണ് ക്വിൻഹെ കൺട്രി നമ്മളെ ചതിച്ചുവല്ലേ. പിന്നെ കുറച്ചു നേരങ്ങൾക്ക് ശേഷം യുദ്ധത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെപ്പറ്റി ലീ രാജ്ഞിയുടെ പ്രിയപ്പെട്ട പട്ടാളക്കാരൻ ലീ രാജ്ഞിയോട് വന്ന് പറയുന്നതാണ് കാണിക്കുന്നത്. പല ഭാഗങ്ങളിൽ നിന്നുള്ള ആക്രമണത്തെ താങ് സ്റ്റേറ്റ് ചെറുത്തു നിൽക്കുന്നതായി ലീ രാജ്ഞിയുടെ ആ പ്രിയപ്പെട്ട പട്ടാളക്കാരൻ പറഞ്ഞു കൊടുക്കുന്നു. അതെല്ലാം കേട്ട് കഴിയുമ്പോൾ ലീ രാജ്ഞി ആകെ തകർന്നു പോകുന്നുണ്ട്. ലീ രാജ്ഞി ചോദിക്കുകയാണ് എപ്പോഴും നമുക്ക് അക്കാദമിയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു വർഷങ്ങളായിട്ട്. എന്നാൽ താങ് സ്റ്റേറ്റ് ഇപ്പോൾ വളരെ അപകടകരമായ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടും എന്തുകൊണ്ടാണ് അക്കാദമി നമ്മളെ സഹായിക്കാത്തത്? ലീ രാജ്ഞിയുടെ പ്രിയപ്പെട്ട പട്ടാളക്കാരന് അതിന് ഉത്തരം പറയാൻ സാധിക്കുന്നില്ല. പിന്നെയാണ് അക്കാദമി കാണിക്കുന്നത്. താങ് സ്റ്റേറ്റിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ആ ഫോർമേഷൻ്റെ കീനെ തന്നെയാണ് എല്ലാവരും ഒരുമിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ഉള്ളിൽ എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. പക്ഷേ അതിനുള്ള ഉത്തരം ഇതുവരെയും കിട്ടിയിട്ടില്ല എന്ന് അവരുടെ നിൽപ്പിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും. എന്തൊക്കെയോ ആലോചിച്ച് അവരെല്ലാവരും നിശബ്ദരായിട്ടിരിക്കുന്നു. പിന്നെ വീണ്ടും സാങ്സാങ്ങിനെയും ഫൂസിയും ഒക്കെ അന്വേഷിച്ച് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നിൻകയെ കാണിക്കുന്നു. ഇപ്പോൾ അവൻ മഞ്ഞൊന്നും ഇല്ലാത്ത വരണ്ട സ്ഥലത്തുകൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആകെ തളർന്ന അവസ്ഥയിലാണ് ഇപ്പോഴും. എന്നിട്ടും ഇപ്പോഴും എങ്ങനെയൊക്കെ വെച്ച് നടക്കുന്നു. അല്പം കഴിയുമ്പോൾ വീണ്ടും അവൻ തളർന്നു വീഴുന്നു. തളർന്നു വീഴുന്ന സമയത്ത് അവൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത് മഞ്ഞ് മൂടിയ സ്ഥലങ്ങളിലൂടെയൊക്കെ അവൻ ഫൂസിയെയും സാങ്സാങ്ങിനെയും ഒക്കെ അന്വേഷിച്ച് നടന്നതാണ്. എന്നാൽ അപ്പോഴൊന്നും അവരെ കണ്ടു കിട്ടിയില്ല. അല്പം കഴിഞ്ഞ് വീണ്ടും ബോധം വന്ന് അവൻ എഴുന്നേൽക്കുന്നു. അപ്പോൾ അവൻ ജനറൽ മായുള്ള സിറ്റിയുടെ പരിസരത്ത് എവിടെയോ ആണെന്നാണ് തോന്നുന്നത്. കാരണം അവൻ സാങ്സാങ്ങിനോട് എന്ന പോലെ ഇങ്ങനെ പറയുന്നുണ്ട്, സാങ്സാങ് നമ്മൾ വീണ്ടും വീട് എത്തിയിരിക്കുന്നു. അവരുടെ വീട് അതായിരുന്നുവല്ലോ. പിന്നെ കാണിക്കുന്നത് എന്തിനൊക്കെയോ വേണ്ടി തയ്യാറാകുന്ന ജനറൽ മായിനെയും മറ്റുള്ളവരെയുമാണ്. കുറച്ചു കഴിഞ്ഞ് ഷിയാത്തിയ രാജ്ഞിയുമായിട്ടൊരു ചർച്ച നടക്കുന്നു. അവരുടെ ശത്രുക്കൾ അവരുടെ സിറ്റി വളഞ്ഞിരിക്കുന്നു. പക്ഷേ അവരുടെ ഭാഗത്ത് ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഒന്നും കാണുന്നില്ല. എന്തുകൊണ്ടാണ് അവർ ആക്രമിക്കാൻ തയ്യാറാകാത്തത് എന്ന സംശയമാണ് അവർക്ക്. ഒരുപക്ഷെ അവരെ അവിടെ നിന്ന് പുറത്തു കടത്താനുള്ള എന്തെങ്കിലും തന്ത്രമായിരിക്കുമെന്ന് അവർ കരുതുന്നു. പക്ഷേ ഈ ഒരവസ്ഥയിൽ എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊക്കെ പുറത്തു കടന്നേ മതിയാകൂ എന്ന് ഷിയാത്തിയ രാജ്ഞി പറയുന്നു. കാരണം ഒന്നും ചെയ്തില്ലെങ്കിൽ പട്ടിണി കിടന്ന് മരിക്കുമെന്ന് ഷിയാത്തിയ രാജ്ഞിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ജനറൽ മാ പറയുകയാണ് അത് തന്നെയാണ് നല്ല അഭിപ്രായം, നമ്മൾ എന്തിനും തയ്യാറായിരിക്കണം. അതിനുശേഷം നോർത്ത് ബാഡ്ലാൻഡിലൂടെ താങ് സിറ്റിയുടെ ക്യാപിറ്റലിൽ എത്തിച്ചേരാനുള്ള ഒരു വഴിയെക്കുറിച്ചും ജനറൽ മാ പറയുന്നു. അവിടെ കിടന്ന് പട്ടിണി കിടന്ന് മരിക്കുന്നതിലും ഭേദം അത് തന്നെയാണെന്നും അവസാനം ജനറൽ മാ പറയുന്നു. അപ്പോൾ ഷിയാത്തിയ രാജ്ഞി പറയുകയാണ് എനിക്ക് അതിനെക്കുറിച്ചൊന്നുമല്ല ആകുലത, താങ് സ്റ്റേറ്റിനെ കുറിച്ചാണ് എൻ്റെ ആകുലത മുഴുവനും. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇപ്പോൾ ലോകം മുഴുവനും താങ് സ്റ്റേറ്റിനെ ക്രൂശിക്കാൻ കാത്തിരിക്കുകയാണ്. ലോകം മുഴുവനും ഇപ്പോൾ അതിനെതിരെ തിരിഞ്ഞിരിക്കുകയായിരിക്കണം. അത് കേട്ട് കഴിയുമ്പോൾ ദേഷ്യത്തോടെ ജനറൽ മാ പറയുകയാണ് ഞാൻ അതിനെ അനുവദിക്കില്ല. താങ് സ്റ്റേറ്റിനെ ഇപ്പോൾ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന യാൻ സ്റ്റേറ്റിനെ മുഴുവനും ഞാൻ തുടച്ചു നീക്കും. അപ്പോൾ ഷിയാത്തിയ രാജ്ഞി പറയുകയാണ് അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ലോകം മുഴുവനും ഇപ്പോൾ താങ് സ്റ്റേറ്റിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ആ പട്ടാളക്കാരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ലോകം മുഴുവനും എതിരെ നമുക്ക് ഒറ്റയ്ക്ക് പോരാടാനാകുമോ? നമ്മൾ ഉടനെ തന്നെ താങ് സ്റ്റേറ്റിൽ എത്തിച്ചേരുകയാണ് വേണ്ടത്. താങ് സ്റ്റേറ്റിന് നമ്മളെ ഏറ്റവും അത്യാവശ്യമുള്ള സമയമാണിത്. ജനറൽ മാ പറയുകയാണ് അതൊക്കെ ശരിയാണ്. പക്ഷേ നമ്മളെ വളഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ എനിമി ഒന്നും ചെയ്യാതെ അവിടെ തന്നെ നിൽക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ നേരിടേണ്ട പ്രശ്നം. അതെ എന്ന് ഷിയാത്തിയ രാജ്ഞിയും പറയുന്നു. അതിനുശേഷം തൻ്റെ മകൻ്റെ അടുത്തേക്ക് വരികയാണ് ഷിയാത്തിയ രാജ്ഞി. അവൻ അവിടെ യുദ്ധം ചെയ്യാൻ പരിശീലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ലവണ്ണം അവൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അമ്മ വിളിക്കുമ്പോൾ അമ്മയുടെ അടുത്തേക്ക് അവൻ ഓടിപ്പോയി എന്തെങ്കിലും വാർത്തയുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അമ്മ അവനോട് പറയുന്നത് ഈ ഇടയായിട്ട് നീ ഒരുപാട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ പട്ടാളക്കാരുടെ കൂടെ നിനക്ക് യുദ്ധത്തിന് പോകണമെന്ന് താല്പര്യമുണ്ടോ എന്നൊക്കെയാണ്. അപ്പോൾ താല്പര്യമുണ്ട്, പട്ടാളക്കാരുടെ കൂടെ ഫൈറ്റ് ചെയ്ത് ശത്രുക്കളെ എല്ലാം നിർമ്മാർജ്ജനം ചെയ്യണമെന്ന് താൻ ആഗ്രഹിക്കുന്നു എന്ന് അവൻ പറയുന്നു. അപ്പോൾ നീ നിന്റെ ഫാദറിൻ്റെ പോലെ തന്നെയാണ്. ഫാദറിൻ്റെ പോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ള എല്ലാവർക്കും മോഡലായൊരു വ്യക്തിയായി നീ തീരണമെന്ന് ഷിയാത്തിയ രാജ്ഞി അവനോട് പറയുന്നു. ഷിയാത്തിയ രാജ്ഞിയുടെ മകൻ അപ്പോൾ പറയുകയാണ് എൻ്റെ ഫാദറിനെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നു. ഷിയാത്തിയ രാജ്ഞി അപ്പോൾ പറയുകയാണ് നിന്റെ ഫാദർ നിന്നെ സ്വർഗത്തിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നീ നിന്റെ ഫാദറിൻ്റെ പ്രതീക്ഷകൾക്കൊത്ത് ഉയരണം, നല്ലൊരു രാജാവായിരിക്കണം, അതുപോലെ തന്നെ ജീവിച്ചോളാം എന്ന് ഷിയാത്തിയ രാജ്ഞിയുടെ മകൻ ശപഥം ചെയ്യുന്നു. അപ്പോൾ ഒരു പട്ടാളക്കാരൻ ഷിയാത്തിയ രാജ്ഞി ആവശ്യപ്പെട്ട ഒരു ആർമർ അങ്ങോട്ട് കൊണ്ടുവരുന്നു. ഷിയാത്തിയ രാജ്ഞി അത് എവിടെയോ വെച്ചോളാൻ പറയുന്നു. അപ്പോൾ അത് എന്തിനാണെന്ന് ഷിയാത്തിയ രാജ്ഞിയുടെ മകൻ ചോദിക്കുന്നു.
എന്നാൽ ഷിയാത്തിയ രാജ്ഞി അതിനുള്ള ഉത്തരം പറയുന്നില്ല. ഷിയാത്തിയ രാജ്ഞി പറയുകയാണ്, മാർഷ്യൽ ആർട്സ് മാത്രമല്ല, ഒരു രാജാവ് മറ്റുള്ള കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് കിട്ടുന്ന സമയമൊക്കെ ഒരുപാട് ബുക്കുകൾ വായിക്കണം, നല്ല നല്ല ബുക്കുകൾ. അതിനുശേഷം അതിനുവേണ്ടി അവനെ പറഞ്ഞു വിടുന്നു. അതിനുശേഷം ഷിയാത്തിയ രാജ്ഞി രാജാവ് ഉറങ്ങുന്ന കല്ലറയുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറയുകയാണ്, എൻ്റെ ജീവൻ കൊടുത്തും എൻ്റെ രാജ്യത്തെ ഞാൻ സംരക്ഷിക്കും. എല്ലാം കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. ഷിയാത്തിയ രാജ്ഞി നേരിട്ട് യുദ്ധത്തിനിറങ്ങാൻ പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് ശത്രുക്കളൊക്കെ അവരെ ആക്രമിക്കുന്നതിന് വേണ്ടി അവരുടെ കോട്ടയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഗോൾഡൻ ഹോഡയിലുള്ളവരാണ് അവരെല്ലാവരും. ലോങ്കിൻ രാജകുമാരൻ നയിക്കുന്ന ആർമി തന്നെ. പെരുമ്പറയൊക്കെ മുഴക്കി ജനറൽ മായുടെ സൈന്യവും ആക്രമണത്തിന് റെഡിയാകുന്നു. ഷിയാത്തിയ രാജ്ഞിയും അതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഉടനെ തന്നെ ആരും പ്രതീക്ഷിക്കാതെ ഷിയാത്തിയ രാജ്ഞി അവിടെ നിന്ന് ചാടി ഇറങ്ങി ആ സൈന്യത്തിന്റെ നേരെ പോവുകയാണ്. ജനറൽ മായിനോടാകട്ടെ ഷിയാത്തിയ രാജ്ഞി ഉച്ചത്തിൽ കോട്ടയുടെ കവാടം സംരക്ഷിക്കാൻ പറയുന്നു. അത് കണ്ട് ജനറൽ മായും എല്ലാവരും അന്തം വിട്ടു നിൽക്കുകയായിരുന്നു. ജനറൽ മാ ഉച്ചത്തിൽ പോകണ്ട എന്ന് പറഞ്ഞിട്ടും ഒരു കാര്യവും ഉണ്ടായില്ല. ഇതേ സമയം ലോങ്കിൻ രാജകുമാരനായിരുന്നില്ല ഗോൾഡൻ ഹോർഡയെ നയിച്ചുകൊണ്ടിരുന്നത്. അവരെ നയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി പറയുകയാണ്, ആ സ്ത്രീ ഒറ്റയ്ക്കാണല്ലോ നമ്മുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എങ്കിലും അതൊന്നും വകവയ്ക്കാതെ അമ്പ് ചെയ്യുന്നവരോട് അമ്പ് ചെയ്യാൻ അയാൾ ഉത്തരവിടുന്നു. എല്ലാവരും അമ്പ് ചെയ്യാൻ റെഡിയായിട്ട് നിന്നിട്ടും അതൊന്നും വകവയ്ക്കാതെയാണ് ഷിയാത്തിയ രാജ്ഞി മുന്നോട്ട് നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതോടെ ഈ എപ്പിസോഡും ഇവിടെ കഴിയുന്നു. നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ ആയിട്ട് അടുത്ത വീഡിയോയും ഉണ്ടായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമ്മൾ ഉടൻ തന്നെ കാണും. അതുവരെ ഗുഡ് ബൈ.